ഈ ലോകത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും വലിയ 3 കപ്പൽ ദുരന്തങ്ങൾ പരിചയപ്പെടാം. അതിൽ അവസാനത്തെ ദുരന്തത്തിന്റെ മരണസംഖ്യ ടൈറ്റാനിക് ഷിപ്പ് ദുരന്തത്തെക്കാളും 6 മടങ്ങാണ്. ഇതിൽ മൂന്നാമത് MV ഡോണ പാസ് ഡിസാസ്റ്റർ. 1987 ഡിസംബർ 20-ന് ഫിലിപ്പീൻസിലുണ്ടായ ഈ ദുരന്തം സമാധാന കാലത്തെ ഏറ്റവും വലിയ സമുദ്ര ദുരന്തമായി അറിയപ്പെടുന്നു. അമിത ഭാരം കയറ്റിയ ഈ യാത്രാക്കപ്പൽ MT വെക്ടർ എന്ന എണ്ണക്കപ്പലുമായി കൂട്ടിയിടിക്കുകയും തുടർന്നുള്ള വൻ തീപിടുത്തത്തിൽ 4300-ലധികം ആളുകൾ മരണപ്പെടുകയും ചെയ്തു. ക്രിസ്മസ് അവധിക്കാലത്ത് യാത്രക്കാരുമായി മനിലയിലേക്ക് പോവുകയായിരുന്ന ഈ കപ്പലിൽ ടിക്കറ്റ് ഇല്ലാത്തവർ ഉൾപ്പെടെ അനുവദനീയമായതിലും കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു. രണ്ടാമത് SS ഗോയ സിങ്കിങ്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാന കാലത്ത് 1945 ഏപ്രിൽ സോവിയറ്റ് അന്തർവാഹിനിയുടെ ആക്രമണത്തിൽ തകർക്കപ്പെട്ട ജർമ്മൻ ചരക്ക് കപ്പലാണ് SS ഗോയ. ബാൾട്ടിക് കടലിലൂടെ ആയിരക്കണക്കിന് അഭയാർത്ഥികളുമായി പലായനം ചെയ്യുകയായിരുന്ന ഈ കപ്പലിന് നേരെ സോവിയറ്റ് സബ്മറൈൻ ടോർപിഡോകൾ തൊടുക്കുകയുണ്ടായി. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കപ്പൽ പൂർണ്ണമായി മുങ്ങിപ്പോവുകയും 7000-ഓളം പേർ ദാരുണമായി മരണപ്പെടുകയും ചെയ്തു. ഒന്നാം സ്ഥാനത്ത് ആരാണെന്ന് അറിയുന്നതിന് മുമ്പേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇതിൽ ഒന്നാമത് വിൽഹെം ഗുസ്ലോഫ് സിങ്കിങ്. ഇതും രണ്ടാം ലോക മഹായുദ്ധകാലത്താണ് നടന്നത്. 1945 ജനുവരി 30-ന് സോവിയറ്റ് സൈന്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ 10,000-ഓളം ജർമ്മൻ അഭയാർത്ഥികളുമായി ബാൾട്ടിക് കടലിലൂടെ സഞ്ചരിച്ച ഈ ആഡംബര കപ്പലിന് നേരെ സോവിയറ്റ് അന്തർവാഹിനി 3 ടോർപിഡോകൾ തൊടുത്തു. കടുത്ത തണുപ്പും ഇരുണ്ട രാത്രിയും കാരണം രക്ഷാപ്രവർത്തനങ്ങൾ വളരെ ബുദ്ധിമുട്ടായി. കുറഞ്ഞ സമയത്തിനുള്ളിൽ 9,000-ലധികം പേർ മരണപ്പെട്ട ഈ ദുരന്തം ഏറ്റവും വലിയ സമുദ്ര ദുരന്തമായി കണക്കാക്കപ്പെടുന്നു. ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? കമന്റ് ചെയ്യൂ.